ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോൻ്റെ നാളത്തേക്കുള്ളൊരു അനാലിസിസ് എന്തായാലും നോക്കാം. ഓൾറെഡി നമ്മൾ മൂന്നാം തീയതി നമ്മൾ ലാസ്റ്റ് അനലൈസ് ചെയ്ത ടൈമിൽ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമ്മൾ ആ റേഞ്ചിലേക്ക് എന്ത് ചെയ്തു, ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു. നിങ്ങളിവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്കത് എക്സാക്റ്റ് 1:2.5 മുകളിലേക്ക് RR തന്നിരുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് വീഴുകയും ചെയ്തു. അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് മോർണിംഗിൽ മറ്റൊരു ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ ബേസ് എന്ന കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഇപ്പം ഈ ഒരു ടൈം ഏകദേശം 5 മണിയാകുന്നു. ഈ 5 മണി റേഞ്ചിൽ എന്ത് ചെയ്തു, നമുക്കത് ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇനിയും വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എവിടെ നിന്ന് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യ ദിവസമേ പറഞ്ഞു, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഏകദേശം എന്ത് ചെയ്യും, 59,900 അല്ലെങ്കിൽ 60,000 റേഞ്ചിലേക്ക് ഫോൾ ആവും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഒരു ബെറ്റർ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടാർഗറ്റ് അടിച്ചു, ഇനിയും ഇവിടുന്ന് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് എവിടെ കിട്ടാൻ പോകും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, വീണ്ടും ഷോട്ട്. നമ്മുടെ ഡയറക്ഷൻ ഓൾറെഡി ബിയറിഷാണ്. മാർക്കറ്റ് ബിയർ സൈഡിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ പുൾ ബാക്ക് എൻട്രീസ് ഒന്നും പിടിക്കാറില്ല. മാക്സിമം ബിയർ സ്റ്റേക്കുള്ള ട്രേഡ്സുകൾ മാത്രം, ഏറ്റവും ഡിസ്കൗണ്ട് സോണിൽ നിന്ന് എവിടെ നിന്നാണോ ട്രേഡ്സ് കിട്ടുന്നത് ആ ട്രേഡ്സ് മാത്രമേ നമ്മൾ ബിയറിഷ് മോഡിലേക്ക് നോക്കാറുള്ളൂ. പുൾ ബാക്ക് എൻട്രീസ് നമ്മൾ ഒരിക്കലും നോക്കാറില്ല. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് 60,000 റേഞ്ചിലേക്ക് എത്തും. അവിടെ നിന്നൊരു പുൾ ബാക്ക്, നല്ലൊരു എൻട്രി കിട്ടിയാൽ ഈ 60,000 നമ്മൾ ക്യാച്ച് ചെയ്യും. അത് മാത്രമല്ല, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് പ്രതീക്ഷിച്ചാൽ അവിടുന്ന് താഴത്തേക്ക് മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ 59,000 റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ, ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട്, ഓൾറെഡി ഈ മന്ത്ലിയിൽ ഒരു സപ്പോർട്ട് എടുത്താണ് മാർക്കറ്റ് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10 ലൈൻ സപ്പോർട്ട് എടുത്താണ് നിന്നുകൊണ്ടത്. മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സപ്പോർട്ട് ഈ മന്ത് ആ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ നല്ല രീതിയിൽ ബെയറിഷ് ആവും, മാർക്കറ്റ് നല്ല രീതിയിൽ ഫോൾ ആവും എന്നാണ് പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ക്രിപ്റ്റോ കോയിൻസ് വാങ്ങാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തതിനാണ് നമുക്ക് ഏകദേശം ഒരു 40,000 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ക്രിപ്റ്റോ കോയിൻസ് വാങ്ങി ഹോൾഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സ്വിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാർക്കറ്റ് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു റേഞ്ചിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് എന്ത് ചെയ്യാം, കോയിൻസ് ബൈ ചെയ്യാം. നിങ്ങൾക്കറിയാം ഓൾറെഡി ക്രിപ്റ്റോയുടെയൊക്കെ മൂവ്മെൻറ്റ് ഓൾറെഡി നിങ്ങൾക്കറിയാം. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബുള്ളിഷ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,26,000 ടാപ്പ് ചെയ്യാൻ അധികം ടൈം വേണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വരുന്ന റേഞ്ചുകളിൽ ഇപ്പം ഒരു സ്വിംഗ് എൻട്രി പ്ലാൻ ചെയ്യരുത്. പകരം എന്ത് ചെയ്യാം, എക്സാക്റ്റ് നമുക്ക് ഏറ്റവും ഡിപ്പിൽ എവിടെയാണോ കിട്ടുന്നത് ആ ഡിപ്പിൽ നിന്ന് എന്തായാലും നമുക്ക് ട്രേഡ്സ് അല്ലെങ്കിൽ സ്വിങ്ങിലേക്ക് എന്ത് ചെയ്യാം, കോയിൻസ് വാങ്ങി ഹോൾഡ് ചെയ്യാം എന്തായാലും. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കേണ്ടത് ഇപ്പം മാർക്കറ്റ് ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 60,000 റേഞ്ചാണ്. ആ ഒരു റേഞ്ചോടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 59,000 ആണ്. ഒരു 1000 പോയിന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 59,000 അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് താഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 49,000 റേഞ്ചാണ്. ഈ 3 റേഞ്ചാണ് നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നത്, ട്രേഡ്സിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ, മാർക്കറ്റ് ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പിന്നീട് നോക്കും, നമ്മുടെ ബയസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നോക്കുന്നത് ബുള്ളിഷ് ട്രേഡുകൾ മാത്രമായിരിക്കും. അപ്പം ഇതാണ് നിലവിൽ നമ്മുടെ വ്യൂ. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഓൾറെഡി നമുക്ക് ഇന്ന് നല്ലൊരു ട്രേഡ് കിട്ടി. അപ്പോൾ നമ്മളിനിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ ഇന്നിനും ട്രേഡ്സ് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളെടുക്കുന്ന ട്രേഡ്സുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റികളിലും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഓൾറെഡി 2 ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ പ്രീമിയം ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പുതിയ പ്ലാനുകളും പുതിയ അപ്ഡേഷനുകളായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.